നമസ്കാരം. രാജ്യം ഇന്ന് 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഈ ആഘോഷവേളയിൽ ഒരുപാട് പരിപാടികൾ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. ചിലയിടങ്ങളിലൊക്കെ ആത്മാർത്ഥമായി രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളും ചടങ്ങുകളും നടന്നപ്പോൾ ചിലരുടെ ഭാഗത്തു നിന്നൊക്കെ കാണാനായത് പ്രഹസനം മാത്രമാണ്. കാസർഗോഡ് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് അവിടെ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. ഞാനത് ആലപിച്ചതിനെയല്ല കുറ്റപ്പെടുത്തുന്നത്. കാരണം അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. താല്പര്യമില്ലാത്ത ആളുകൾ അത് ചൊല്ലണ്ട, പക്ഷെ അതിനെ നിന്ദിക്കുകയും വേണ്ട. അതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇവിടെ റെക്കോർഡ് ചെയ്ത ഗാനമാണ് ആളുകളെ കേൾപ്പിച്ചത്. റെക്കോർഡ് ചെയ്ത ഗാനം കേൾപ്പിക്കുന്ന സമയത്ത് BJP നേതാക്കന്മാർ ആ ഗാനത്തിനനുസരിച്ച് ചുണ്ടനക്കുന്നു, അഭിനയിക്കുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. റെക്കോർഡ് ചെയ്തതാണെങ്കിൽ അത് അങ്ങനെ കേട്ടാൽ മതി. അത്തരത്തിലുള്ള ചില പ്രഹസനങ്ങളൊക്കെ ഇവിടെ ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാനായി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം VD സവർക്കറുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള ചില നാടകങ്ങളൊക്കെ അരങ്ങേറി. എന്തായാലും BJP അവരുടെ വഴിക്ക് കാര്യങ്ങൾ കൊണ്ടുപോകട്ടെ, ആ വിഷയത്തിൽ ഞാൻ ഇടപെടുന്നില്ല. പക്ഷെ ഇവിടെ ഇടപെടാതിരിക്കാൻ കഴിയാത്ത ഒരു സംഭവം ഇന്നുണ്ടായി എന്നുള്ളതാണ്. AICC ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. എന്തായാലും ഈ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുന്ന സമയത്ത് സോണിയാഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടു, നിർത്താൻ ആവശ്യപ്പെട്ടു. എന്താണ്, അതല്ലല്ലോ നമ്മുടെ നിലപാട്, ആദ്യത്തെ 2 വരിയല്ലേ പാടേണ്ടത് എന്ന രീതിയിലാണ് സോണിയാഗാന്ധിയൊക്കെ ഇടപെട്ടത്. എന്നാൽ സോണിയാഗാന്ധിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഇവിടെ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ചില ആളുകളൊക്കെ അവർ കസേര ചോദിച്ചതാണ്, അല്ലാതെ വന്ദേമാതരം നിർത്താൻ പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തി. എന്തായാലും ആ വീഡിയോ കണ്ട ആളുകൾക്കൊക്കെ കാര്യം മനസ്സിലാവും. സോണിയാഗാന്ധി വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, നിങ്ങളത് നിർത്തൂ, സ്റ്റോപ്പ് എന്ന് സോണിയാഗാന്ധി വളരെ കൃത്യമായി പറയുന്നുണ്ട്. അവരുടെ ആ അനിഷ്ടം മുഖത്ത് പ്രകടമായിരുന്നു. ഇവിടെയും എനിക്ക് പറയാനുള്ളത്, ഈ വന്ദേമാതരം അത് ചൊല്ലുന്ന ആളുകൾ അത് ചൊല്ലട്ടെ, അതുമായി ബന്ധപ്പെട്ട് അത് വിശ്വസിക്കുന്ന ആളുകൾ, അതിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ടൊക്കെ ചില വരികൾ കയറി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഏകദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകളും നിരീശ്വരവാദികളും ഒക്കെ അത് വേണ്ട എന്ന് പറഞ്ഞത്. പിന്നെ എല്ലാ വിഭാഗം ആളുകളും ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള വരികൾ പൊതുപരിപാടികളിൽ ആലപിക്കുക എന്നൊരു നിലപാട് സ്വീകരിച്ചു. എന്തായാലും കോൺഗ്രസ് പാർട്ടി ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പാർട്ടിയല്ല. അവർക്ക് പ്രത്യേകിച്ച് അത്തരത്തിലൊരു അജണ്ട ഇല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ ഇടതു പാർട്ടികളും ഒക്കെ ഇവിടെ ആദ്യത്തെ 2 വരി പാടിയാൽ മതി എന്നുള്ള നിലപാടുള്ള പാർട്ടികളാണ്. അതിനപ്പുറം, ആ നിലപാടിനപ്പുറം, അവരുടെ നയത്തിനപ്പുറം ഇവിടെ വീണ്ടും കൂടുതൽ വരികൾ ആലപിച്ചപ്പോഴാണ് സോണിയാഗാന്ധി ഇടപെട്ടത്, മല്ലികാർജുൻ ഖാർഗെ ഇടപെട്ടത്. എന്നാൽ അത് അങ്ങനെയല്ല, അവർ കസേര ചോദിച്ചതാണ് എന്ന് പറഞ്ഞ് അവരെ പോലും അപമാനിക്കുന്ന ചില കോൺഗ്രസ് നേതാക്കന്മാരെ കാണാതെ പോയിക്കൂടാ. എന്തായാലും കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ചിന്തിച്ചാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. 1992 കാലഘട്ടത്തിലാണത്. 1992 കാലഘട്ടത്തിൽ ചില ആളുകളൊക്കെ ചിലരെ പിണക്കണ്ട എന്ന് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ആ ഒരു ആരാധനാലയം തകർക്കപ്പെട്ടത്. അന്ന് 18ഓളം ഭാഷ അറിയാവുന്ന മനുഷ്യനായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരസിംഹറാവു. അന്ന് അദ്ദേഹം ഒരു ഭാഷയിലും ആരോടും ഒന്നും പറഞ്ഞില്ല, മൗനം പാലിച്ചു. പൂജാമുറിയിൽ കയറിയിരുന്നു എന്നൊക്കെയാണ് പിന്നീട് വാർത്ത വന്നത്. ആ നരസിംഹറാവുവാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോയത്. അത് കോൺഗ്രസ്സുകാർക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും ചില വിഷയങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആശയക്കുഴപ്പമാണ്. ഈ ആശയക്കുഴപ്പം അവർക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ നല്ലത് എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ കോൺഗ്രസ്സുകാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുണ്ട്. അത് ഓർത്താൽ നല്ലതാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതായത് ഇഹ്സാൻ ജഫ്രി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്, പാർലമെന്റ് അംഗമായിരുന്നു, ഗുജറാത്തിലെ സമുന്നതനായിട്ടുള്ള കോൺഗ്രസ് നേതാവ്, അദ്ദേഹം ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയായിരുന്നു. ഈ ഇഹ്സാൻ ജഫ്രി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്, ഇടക്കൊക്കെ അദ്ദേഹത്തെ കുറിച്ചുകൂടെ ഓർക്കുന്നത് നല്ലതായിരിക്കും. 2002 സമയത്താണ് ഇവിടെ ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നത്. 2002 ഫെബ്രുവരി 28 ഗോദ്ര സംഭവം എന്നതാണ് ഈ ഒരു കലാപത്തിന്റെ തുടക്കം. ഹിന്ദുക്കൾ സഞ്ചരിച്ചിരുന്ന ഒരു ട്രെയിൻ കമ്പാർട്ട്മെന്റ് അത് മുസ്ലിങ്ങൾ തീവച്ചു നശിപ്പിച്ചു എന്നൊരു വാർത്ത പ്രചരിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് കലാപമൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നത്. മുസ്ലിങ്ങൾ കൂട്ടമായി താമസിച്ചിരുന്ന പ്രദേശങ്ങളിൽ കാക്കി ട്രൗസറും അതുപോലെ തന്നെ കുറുവടിയും ഒക്കെ എടുത്ത് ആളുകൾ ചെന്ന് അവിടെ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. മണ്ണെണ്ണയും അതുപോലെ തന്നെ വാളുകളും
വെട്ടുകത്തിയുമൊക്കെയായി ചെന്ന് മുസ്ലിങ്ങളെ ക്രൂരമായി ആക്രമിച്ചു. എന്തായാലും ഇത്തരത്തിൽ ആക്രമണത്തിന് ഇരയായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഇവിടെ കോൺഗ്രസ് നേതാവായിട്ടുള്ള പാർലമെന്റ് അംഗമായിട്ടുള്ള ഇഹ്സാൻ ജഫ്രി കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയും ഇവിടെ അക്രമികൾ വകവരുത്തി. അദ്ദേഹത്തിന്റെ പക്കലുള്ള സമ്പാദ്യമൊക്കെ കൊള്ളയടിച്ചു. എന്തായാലും ഇന്ന് CPIM നേതാവ് M സ്വരാജ് ഈ ഇഹ്സാൻ ജഫ്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഞാനത് വേറെ മറ്റുള്ള സ്ഥലങ്ങളിൽ എനിക്കത് കാണാനായിട്ടില്ല. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാതിരിക്കാനും കഴിയില്ല. കാരണം ഈ അക്രമകാരികൾ ജയ് ശ്രീരാം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾ കൂട്ടമായി താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ ചെന്ന് അക്രമങ്ങൾ അഴിച്ചുവിട്ടത്. എന്തായാലും ഇഹ്സാൻ ജഫ്രിയെ അവസാന നിമിഷം ഇവിടെ അക്രമകാരികൾ വെറുതെ വിടുമായിരുന്നു. വന്ദേമാതരം ചൊല്ലാൻ പറഞ്ഞു. എന്നാൽ വന്ദേമാതരം ചൊല്ലാൻ ഇഹ്സാൻ ജഫ്രി തയ്യാറായില്ല. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്നാണ് M സ്വരാജ് ഇന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ ഇനി സ്വരാജ് പറഞ്ഞത് നമുക്ക് മാറ്റിവെച്ചാൽ പോലും ഇഹ്സാൻ ജഫ്രി എന്ന് പറയുന്ന ആളെ കൊലപ്പെടുത്തിയ സംഘപരിവാരങ്ങളുടെ തൃപ്തിക്കു വേണ്ടി AICC ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായി പാടിയിട്ടുണ്ടെങ്കിൽ അത് ഒട്ടും ശരിയായില്ല എന്നൊരു അഭിപ്രായം ഞാൻ പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ ഇഹ്സാൻ ജഫ്രിയെ പോലുള്ള ആളുകളുടെ കൊലപാതകത്തിന് കാരണമായിട്ടുള്ള സംഭവം കൂടെ ഞാൻ കോൺഗ്രസ്സുകാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എന്തായാലും ഈ ആശയക്കുഴപ്പം കോൺഗ്രസിന് നല്ലതല്ല. ഈ ആശയക്കുഴപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 1992 കാലത്ത് ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. ഈ ആശയക്കുഴപ്പം കോൺഗ്രസ് എന്ന പാർട്ടിയെ പടവലങ്ങാ പരുവത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പവുമായി മുന്നോട്ട് പോയാൽ വളർച്ച മുരടിക്കും എന്ന് തന്നെയാണ് അവസ്ഥ. അത് കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കിയാൽ നല്ലതാണ്. എന്തായാലും ഇവിടെ കൃത്യമായ നിലപാടെടുത്ത ഇവിടെ കോൺഗ്രസിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ച ആ ഒരു രീതിയോടുള്ള വിയോജിപ്പ് പരസ്യമായി തന്നെ പ്രകടിപ്പിച്ച സോണിയാഗാന്ധിയെ ഞാൻ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുന്നു. അവരുടെ ആ ഒരു ഇടപെടൽ അത് ധീരമായിട്ടുള്ള ഇടപെടലാണ് ഇന്നത്തെ കാലത്ത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയിട്ടുള്ള ആളുകൾ, രാഹുൽ ഗാന്ധി അവിടെ സംയമനം പാലിച്ചു, നിശബ്ദത പാലിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പ്രതികരിക്കേണ്ട സമയമായിരുന്നു. പ്രതികരിക്കാൻ ഇവിടെ കൃത്യമായ ആർജവം കാണിച്ചത് സോണിയാഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെയുമാണ്. അതേസമയം ചില കോൺഗ്രസ് നേതാക്കന്മാർ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. അത് കോൺഗ്രസിന്റെ വളർച്ച വീണ്ടും മുരടിപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് മനസ്സിലാക്കിയാൽ നല്ലത് എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ.